ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ ചെയ്യുന്നു മുമ്പ് പറഞ്ഞിട്ടാണല്ലോ കല്യാണം കഴിച്ചത് പിന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു സംസാരം അപ്പത്തെ പോലെ അല്ല ഇപ്പൊ കല്യാണം ആയി തുടങ്ങിയപ്പോ പിന്നെ റിലേറ്റീവ്സ് ഒക്കെ കുറെ പറഞ്ഞു തുടങ്ങി ചെയ്തു അതുകൊണ്ടാണ് എന്റെ റിലേറ്റീവ്സ് അല്ല വീഡിയോ ചെയ്യുന്നത് ഞാനാണ് അല്ലെങ്കിൽ ഇപ്പൊ എന്നെ നോക്കാം എന്നെ കല്യാണം കഴിച്ച മുന്നൊക്കെ അല്ലേ ഇപ്പൊ മുന്നൊക്കെ അറിയാലോ ഞാനിത് ചെയ്യുന്നുണ്ട് മുമ്പ് ഇങ്ങനെ ആണെന്നുള്ളതെല്ലാം അറിയാലോ സൽഗുണ സമ്പന്ന ഒരു മകളല്ല എന്നുള്ളതല്ല ആണ് എന്നുള്ളതും അല്ല ഇതിപ്പോ എന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഓക്കെ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു അങ്ങനൊന്നുമല്ല ഒരു സാഹചര്യം വന്നപ്പോ എനിക്ക് പഠിച്ചോനൊരു വിധി അല്ല എനിക്ക് തന്ന് ഇന്നതുപോലെ ചെയ്യാൻ എനിക്ക് കുറച്ച് ഇത് തന്നോണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് മാത്രം. ഇതൊന്നും അല്ലാതെ എന്താ ഇഷ്ടങ്ങൾ വേറെ? അതൊക്കെ എനിക്കോ ചോറുണ്ണണം. നീ ഇത്ര പറഞ്ഞ എനിക്ക് ചോറ് വാങ്ങി തന്നിരുന്നേ ഞാൻ പോരെ. നഗുരനെന്താ ഒരു സൈഡ് കളവ്? ചായ എനിക്ക് ചായ. നാട്ടുവഴികളുടെ കൊല്ലം ശൈലിയിലുള്ള ഏതെങ്കിലും പാട്ട് അതൊന്നുകൂടെ പാടാനൊക്കെ പറ്റും. സിമ്പിളൊക്കെ വരത്തില്ലേ അതൊക്കെ മാറ്റാം. അത് വന്നത് പോകുന്നുള്ളത് വരാതിരിക്കാൻ പറ്റും. വരാതിരിക്കാൻ ഞാൻ പഠിച്ചു വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികൾക്ക് ആങ്കറിങ്ങിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് മാക്സിമം തള്ളിക്കോ. നിങ്ങൾ എന്തോത്തിന് ഉപയോഗിക്കാൻ കൊള്ളാം? എന്താണ് ഇനി ഭാവി പരിപാടികൾ എന്തൊക്കെയാ പ്ലാൻ? കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം. ലിപ്സ്റ്റിക്ക് ബ്രേക്ക് കൊടുക്കണോ മേക്കപ്പ് ഇടാൻ വേണ്ടി? ഇല്ല വേണ്ട വേണ്ട. അപ്പൊ സുന്ദരല്ലേ ഏട്ടാ ഞാൻ? ഇതെന്തരുത് ഏതാ ഉപ്പിലിട്ടാ ചുമ്മാ പാന്റ് മാറ്റിട്ട് മുണ്ട് കൊടുക്കാൻ പറയും. ഷർട്ട് മാറ്റിട്ട് പിന്നെ ഇടാൻ പറയും. മേക്കോവറായല്ലോ. സെലിബ്രിറ്റി ട്രാക്കിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ എന്നുള്ള രീതിയിലേക്ക് യൂട്യൂബേഴ്സ് എന്നല്ലാതെ അങ്ങനെ കുറെ പേരുണ്ട്. അതല്ലാതെ വേറൊരാള് അങ്ങനെ കിട്ടിയത് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ആരാ അങ്ങനെ ഒരു കോംപ്ലിമെന്റ് പറഞ്ഞിട്ടുള്ളത് ബ്ലോഗിനെ പറ്റിയിട്ട്? അങ്ങനെ അതെനിക്ക് ഒരു ഉമ്മ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ഭയങ്കര ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ കരഞ്ഞ് എന്ന് പറഞ്ഞാൽ വെതുമ്പി അടിച്ച് നെഞ്ചിതടിച്ച് നിലവിളിച്ചൊന്നും അല്ല, സംസാരത്തിലൊരു ഇടർച്ചയൊക്കെ വന്നിട്ട് അങ്ങനെ സംസാരിച്ചു. എനിക്ക് എന്റെ മോളെ പോലാണ് അങ്ങനെ പറഞ്ഞ് മീൻസ് ആ ഉമ്മാടെ എന്റെ ഈ പ്രായത്തിൽ ഇതേപോലെ വാപ്പാക്ക് ഇങ്ങനെ വയ്യാണ്ടൊക്കെ ആയിട്ട് ആ ഉമ്മാക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഉമ്മക്ക് ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് മെസ്സേജ് ഇട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര ഇമോഷണലി അല്ലെ അറിയിച്ചു കളഞ്ഞു. ഞാൻ ചോദിച്ചത് ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഭയങ്കര സൽഗുണ സമ്പന്നയായിട്ടുള്ള മകളാണ് എന്നുള്ളത്. അയ്യോ അല്ലല്ല അങ്ങനൊന്നും അല്ല. ഞാൻ വീട്ടില് ഇപ്പം അസ്ലയുടെ ഇപ്പൊ ഒരു കേസ് പറയുകയാണെങ്കിൽ അസ്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റാ. അസ്ലയുടെ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്വീറ്റാ. അപ്പൊ ഇവള് നിക്കുന്നതായാലും ഭയങ്കര സ്വീറ്റ് ആയിട്ടാ, ഉമ്മ നിക്കുന്നതായാലും ഭയങ്കര സ്വീറ്റ് ആയിട്ടാ. ഞാനും എന്റെ ഉമ്മയും നിക്കുന്ന കണ്ടിട്ടുണ്ടോ? കീരി മാമ നിക്കുന്നുണ്ട്. ഞങ്ങള് ഭയങ്കര എന്ന് പറഞ്ഞാ അടിയെന്നല്ല, നമ്മളെപ്പോഴും അങ്ങനെ 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 സംസാരിക്കത്തില്ല. അങ്ങനെ സംസാരം വളരെ കുറവാണ്. അതിന്റെ അർത്ഥം ഞാൻ സൽഗുണ സമ്പന്ന ഒരു മകളല്ല എന്നുള്ളതല്ല, ആണ് എന്നുള്ളതും അല്ല. നോർമലി എങ്ങനെയാ ഒരു വീട്ടിലുള്ള അത്രേ ഉള്ളൂ. ഇതിപ്പോ എന്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഓക്കെ എന്റെ വീട്ടുകാർക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നു അങ്ങനൊന്നുമല്ല. ഒരു സാഹചര്യം വന്നപ്പോ എനിക്ക് പഠിച്ചോനൊരു വിധി അല്ല എനിക്ക് തന്ന് ഇന്നതുപോലെ ചെയ്യാൻ എനിക്ക് കുറച്ച് ഇത് തന്നോണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് മാത്രം. നാളെ എനിക്ക് ഇതില്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞാൽ ഞാൻ എന്റെ അത്താടെ ഉമ്മയുടെ മോളല്ലാതെ അവരെ സ്നേഹിക്കാതിരിക്കുന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ. അതേപോലെ രീതിയിലേക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ചോദിച്ചു വന്നതും അതുകൊണ്ടാണ്. ഇങ്ങനെ കുറെ പേർക്ക് ഇപ്പൊ പലരും പറയില്ല ഇത്രയും പ്ലസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് കിട്ടിയാൽ ഇങ്ങനെ പറഞ്ഞതിന് നന്ദി ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഈ രീതിയിൽ അങ്ങനെ വന്ന് ഒരു താങ്ക്സ് നന്ദി പ്രസംഗം അല്ലെങ്കിൽ നന്ദി പ്രകടനം നടത്തിയ ആരെങ്കിലും ഉണ്ടാവും? എനിക്ക് എന്റെ ഇല്ലാത്ത സൗന്ദര്യം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ ഇല്ല? അങ്ങനെ ഒരാൾ വന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഈ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ എനിക്കൊരു മേക്ക് ഓവർ ഒക്കെ നടത്തിയാൽ കൊള്ളാം എന്ന് പറയുകയാണെങ്കിൽ എന്ത് ടിപ്സ് എനിക്ക് തരും? ആദ്യമേ പോയി മറ്റേ അവരെന്തോ ഒന്ന് പറയുമല്ലോ,
ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ പറയും. ഇല്ല അവരെ എന്തോന്ന് പറയുമല്ലോ. അതല്ല അങ്ങനെ അല്ലാതെ ഇപ്പൊ ഇവിടെ വന്ന് ചോദിക്കുമ്പോ അവിടെ പോയി ചോദിക്കാനല്ലോ. ഞാൻ എങ്ങനെ മേക്ക് ഓവർ ഫുൾ ആയിട്ട് എന്നാലും ഒരു സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പാന്റ് മാറ്റിട്ട് മുണ്ട് കൊടുക്കാൻ പറയും, ഷർട്ട് മാറ്റിട്ട് പിന്നെ ഇടാൻ പറയും. മേക്ക് ഓവർ ആയല്ലോ. ഡ്രസ്സിൽ മാത്രമാണോ? ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ താടി വെട്ടാം, മീശ കളയാം, മുടി മുട്ടയടിക്കാം, വേണേ പുരികോ കൂടെ എടുത്തു മേക്ക് ഓവർ കിട്ടോ. അതല്ലാതെ സ്കിന്നിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്? എങ്ങനെ സ്കിന്നില് എനിക്ക് തോന്നുന്നു വേറെ പ്രശ്നമൊന്നുമില്ല. ആക്നീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആക്നീസ് ഉണ്ട്. ആക്നീസ് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അല്ല ആക്നീസ് പ്രത്യേകിച്ച് ഒരു ക്രീം തേച്ചിട്ട് കാര്യമില്ല. സീരിയസ്ലി ആക്നീസ് നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പം മേക്കപ്പ് ചെയ്യാൻ നേരത്ത് മറ്റേ പ്രൈമർ ഒക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാന്നല്ലാണ്ട് ആക്നീസ് ഒരു ക്രീം ഇട്ടെന്ന് പറഞ്ഞ് പോത്തില്ല. അത് നിങ്ങൾ അല്ലാതെ ട്രീറ്റ് ചെയ്ത് തന്നെ മാറ്റണം. ഏതാ ആക്നീസ് മാറത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കുഴി വന്ന കുഴികൾ മാറത്തില്ല. അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. അത് ടോട്ടലി മാറ്റണമെങ്കിൽ അല്ലാതെ ട്രീറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ വന്നിട്ടില്ല ക്രീം ഇട്ടാതെന്ന് പറഞ്ഞാൽ അത് പോത്തില്ല. അങ്ങനെ പിമ്പിളൊക്കെ വരത്തില്ലേ, അതൊക്കെ മാറ്റാം. അത് വന്നത് പോകുന്നുള്ളത് വരാതിരിക്കാൻ പറ്റും. വരാതിരിക്കാൻ ഞാൻ പഠിച്ചോന്നല്ലോ, അത് വരും. അത് വരും. നമുക്ക് വന്നത് മാറ്റിയെടുക്കാം, വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. വരുമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചു വന്നാൽ നമുക്ക് പോടാ അവിടെ നിന്ന് പറയാൻ കാര്യമില്ല. ഇങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞില്ലേ ഈ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി മാറ്റി പറയുന്ന പറഞ്ഞ പോലെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന പ്രോഡക്റ്റ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് അറിയെങ്കിൽ പോലും അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടോ? ഏതാ ഇന്ന പ്രൊഡക്റ്റ് കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല, റിസൾട്ട് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് തള്ളിയിട്ട് റീച്ച് കിട്ടട്ടെ. അങ്ങോട്ട് തന്നെ വീഡിയോ ഇടാൻ ചെല്ലണം. അപ്പൊ ഇന്ന് ഞാൻ പോയിട്ട് ഒരു കൂതറ പ്രൊഡക്റ്റ് അടിച്ചിട്ട് നല്ല അടിപൊളി സാധനമാണ്, നിങ്ങൾ ഇത് വാങ്ങിക്കുക, ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് 10 പേര് വാങ്ങിക്കും. പിറ്റേ ദിവസം ഞാൻ വീഡിയോ ഇടുമ്പോൾ ഈ 10 വരുമ്പോൾ തന്നെ ചീത്ത വിളിക്കും. അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടല്ലേ നമ്മൾ റിവ്യൂ ഇടാൻ പറ്റത്തുള്ളൂ. ഇനി എന്താണ് നീ ഇത്ര പറഞ്ഞ എനിക്ക് ചോറ് വാങ്ങി തന്നിരുന്നേ ഫുഡ് കഴിച്ചില്ലേ? കഴിച്ചൊക്കെ തേച്ച്. എന്താണ് ഇനി ഭാവി പരിപാടികൾ? എന്തൊക്കെയാ പ്ലാനിങ് ഒന്നുമില്ലെന്ന് പറയണ്ട, എന്നാൽ പോലും ഉണ്ടാവുമല്ലോ. കല്യാണം കഴിക്കണം. സാധാരണ ഇത്ര ഈ കെട്ടാനുള്ള ഏജ് ആയിട്ടുള്ള പെൺപിള്ളേരോട് കല്യാണം കഴിക്കുന്ന എന്ന കല്യാണം എന്നുള്ള ചോദ്യം ചോദിക്കരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കാതിരുന്നായിരുന്നേ. അയ്യോ അത് വേറെ ഞാൻ പറയത്തില്ല, എനിക്ക് കല്യാണം കഴിക്കണം. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ ലൈഫ് കാര്യങ്ങളായി അങ്ങനെ കഴിഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ ഫാമിലി പ്രയോറിറ്റീസ് ഇമ്പോർട്ടൻസ് അപ്പോഴും കൊടുക്കും, അങ്ങനെ തന്നെ പോകും. പിന്നെ അത് ഉറപ്പല്ലേ. ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചാലും എന്റെ ഫാമിലി സാധാരണ രീതിയിൽ അങ്ങനെ മാറാറില്ലേ? മാറാറുണ്ട്. മാറുന്നവരുണ്ട്, എല്ലാരും എന്നല്ല, മാറുന്നവരുണ്ട്, മാറാത്തവരും ഉണ്ട്. എനിക്ക് മാറരുത് എന്നാണ് ആഗ്രഹം. ഇതുപോലെ എന്നും ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് കുറെ കൂടി ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് പെട്ടെന്ന് പറയാൻ താല്പര്യമുള്ള ഒരു കാര്യം എന്താ, ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ അതിന് ശ്രദ്ധിക്കാത്ത ആൾക്കാരോട് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് പറയാനുള്ള ഒരു ഉപദേശം എന്താ? അതിപ്പോ അല്ലേക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കാണിക്കുമ്പോ ഇപ്പൊ കുറച്ച് പേരൊക്കെ എന്ന് പറയും അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്തവരായിരിക്കാം. നമുക്ക് നമ്മുടെ സ്കിന്നിന് വരുന്ന ബേസിക് കാര്യങ്ങളുണ്ട്. ഇപ്പം എടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ പറയാം. സൺസ്ക്രീൻ നമ്മുടെ എല്ലാ ആണായാലും പെണ്ണായാലും സൺസ്ക്രീൻ മസ്റ്റ് ആണ്. അതിപ്പോ ചിലപ്പോൾ നമുക്കിപ്പോ ചിലടത്തൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. എന്തിനാ ഇതില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം, ഇതില്ലാണ്ട് ഞാൻ പുറത്തിറങ്ങി നടക്കാറുണ്ട്. നമ്മളിപ്പം ഈ സൺസ്ക്രീനിന്റെ ഒക്കെ പ്രൊഡക്റ്റിന്റെ ഒക്കെ റിവ്യൂ ഇങ്ങനെ പറയാൻ നമ്മൾ പറയും ഇത് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ടാൻ വരും, നമ്മൾ കരിഞ്ഞു പോകും എന്നുള്ള രീതി പറയാം. അപ്പൊ അവർ പറയും ഞങ്ങൾ ഇത്രയും വർഷം ഇതില്ലാണ്ട് ഇറങ്ങിയിട്ടൊന്നും ഞങ്ങൾ കരിഞ്ഞിട്ടില്ല. കരിഞ്ഞു പോകുന്ന പറഞ്ഞാൽ നിപ്പി കത്തിപ്പോകുന്നല്ല അതിന്റെ അർത്ഥം. പെയ്യെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാൻ തുടങ്ങും, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരാൻ തുടങ്ങും. അപ്പം അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ നോക്കി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിന്റെ അടുത്ത ഒരു സെക്ഷൻ പോലെ തന്നെ ഇപ്പൊ ഒരു കൂട്ടായ്മ കാര്യങ്ങളുണ്ട്. ഇപ്പോ ബാക്കി യൂട്യൂബേഴ്സ് കാര്യം വരുമ്പോ അത്തരത്തിൽ അവരുടെ അടുത്ത് സജഷൻസ് ഒക്കെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെ ചെയ്യുന്ന കോണ്ടന്റിനെ പറ്റിയിട്ടും കാര്യങ്ങളാണെങ്കിലും അങ്ങനെ കാണാറുണ്ടോ? അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് അസ്ല അത്രയും കമ്പനി ആയിട്ടുള്ള ഒരാളാണ്, ഒപ്പമുള്ള ഒരാളാണ്, അതേപോലെ തന്നെ ഒരു വ്യത്യാസം അതുമായിട്ട് ബന്ധമുണ്ട് നല്ല ഉദ്ദേശിച്ച് സ്വാഭാവികമായിട്ടൊരു ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ സമയത്ത് ഇത്തരം അഡ്വൈസുകൾ എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ചോദിക്കാറുണ്ടോ? അങ്ങനെ അല്ല, നമ്മൾ തമ്മിൽ ചോദിക്കാറുണ്ട്. എന്തെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു പ്രൊമോഷന്റെയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. അതേ ഉള്ളൂ, അതല്ലാണ്ട് വേറെ അഡ്വൈസ് ആയിട്ട് അങ്ങനെ. പിന്നെ നമ്മൾ ചോദിക്കും എടി ഷോർട്സ് ഇടാമോ, ഓരോ സെറ്റ് ഇടണം, അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും
അറിയാത്ത എന്തെങ്കിലും ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലാണ്ട് വലിയ രീതിയിൽ അങ്ങനെ അത് നമ്മൾ നേരിട്ട് കാണുമ്പോഴല്ല, ജസ്റ്റ് ഫോൺ വിളിക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് അങ്ങനെ ചെയ്തേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരിട്ടൊക്കെ കാണുമ്പോഴൊന്നും ഇങ്ങനെ ഈ യൂട്യൂബ് അല്ലെങ്കിൽ അതിന്റെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറച്ചിലൊക്കെ ഭയങ്കര കുറവാണ്. ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇതൊന്നും അല്ലാതെ എന്താ ഇഷ്ടങ്ങൾ വേറെ? ആർക്കാ? എനിക്കോ? ചോറുണ്ണണം. ഈ തിന്നാന്നുള്ള പരിപാടി വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല. ഉറങ്ങണം. ഈ ഉറക്കം ഭയങ്കര എനിക്ക് എത്ര മണിക്കൂർ ഉറങ്ങിയാലും എനിക്ക് മടുക്കത്തില്ല. എനിക്ക് എത്ര 24 മണിക്കൂർ എന്നെ കൊണ്ടിട്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാലും ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഒന്ന് എണ്ണിച്ച് വെള്ളം കുടിക്കും, ബാത്റൂമിൽ പോകുന്നല്ലാണ്ട് ഞാൻ വീണ്ടും ഞാൻ മാത്രമല്ല ചേട്ടാ അത് പ്രത്യേക ഒരു സുഖവരുടെ ഇത് എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇങ്ങനെ കുറെ പേർക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യമാണ് സത്യം. അത് കിട്ടുന്ന ഒരു സുഖം കിട്ടത്തില്ല. ആരെങ്കിലും ഒക്കെ കൂട്ടിനുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമായിട്ട്. വേറെ ഒന്നും ഇഷ്ടങ്ങൾ അങ്ങനെ പാട്ട് പാടുക, മൂവി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രാക്കുകൾ അങ്ങനെ ഇഷ്ടമുള്ള പാട്ട് പാടണമെന്ന് ചോദിക്കുമ്പോ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് പാടിക്കുമെന്ന് വെച്ചിട്ട് പറയാതിരിക്കണ്ട. പാട്ട് പാടിക്കില്ല. പാടിക്കണം അല്ല, എന്ന് പറഞ്ഞിട്ട് വേണം പാടിക്കാൻ. ഇല്ല, അറിയാത്ത പാടൊന്നും പാടാൻ രണ്ടുപേരും രസത്തിന് നമുക്ക് ആ ഒരു പാട്ടിലൂടെ നല്ല വൈൻഡപ്പിലോട്ട് പോവാം. കൊല്ലം സ്ലാങ്ങിൽ എന്തെങ്കിലും ഒരു നാടൻ പാട്ട് ഏതെങ്കിലും? എനിക്കറിയത്തില്ല. സാധാ പാട്ട് അറിയത്തില്ല, പിന്നല്ലേ നാടൻ പാട്ട്. നാടൻ പാട്ടെന്ന് ഉദ്ദേശിച്ചത് ഫോക്ക് സോങ് അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഈ നാട്ടുവഴികളുടെ കൊല്ലം ശൈലിയിലുള്ള ഏതെങ്കിലും പാട്ട്. അതൊന്നുകൂടെ പാടാനൊന്നും പറ്റത്തില്ല. അപ്പൊ പാട്ടിട്ട് കയ്യിലുണ്ട്, അതിലേതെങ്കിലും. ഇപ്പൊ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, ആ പാട്ട് മതി. ചേടാ ഇതെന്തൊരു പാട്. എന്തോ വിളിച്ചോ? അപ്പൊ മനസ്സിൽ വന്നില്ല, അത് മതി. ഇപ്പൊ ഏതോ ഇവിടെ നിന്നുള്ള കറക്റ്റ് നമുക്ക് അടയ്ക്കാം. സീരിയസ്ലി എനിക്ക് അറിയത്തില്ല, പാട്ടേ അറിയത്തില്ല, പാട്ട് പാടാനേ അറിയത്തില്ല, ഒട്ടും അറിയത്തില്ല. എന്റെ പാട്ട് കേൾക്കാൻ വന്നാണോ? ഇത്ര ഇവിടെ വന്ന് സംസാര ശൈലി ഇഷ്ടമുണ്ട്, ജാസ്മിന്റെ സംസാര ശൈലി, വേ ഓഫ് ടോക്കിംഗ് സ്റ്റൈൽ, പ്രസന്റേഷൻ, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു സാധനം ഇത് കണ്ടിട്ട് റോഹൻ എങ്ങനെയെങ്കിലും താത്തെ കൊണ്ട് പാടിപ്പിക്കും, റോഹൻ പ്ലീസ് പ്ലീസ് എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ശബ്ദം എനിക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. സോ ആ ഒരു കൊല്ലം ശൈലി ഇത്രയും സംസാരമായിട്ട് എനിക്ക് കുറെ കൊല്ലം സുഹൃത്തുക്കളുണ്ട്, പക്ഷെ എങ്കിൽ പോലും അവരിൽ നിന്ന് വരെ കേൾക്കാത്ത വാക്കുകൾ സത്യം പറഞ്ഞ ജാസ്മിന്റെ നിന്ന് കേട്ടോണ്ടിരിക്കുന്നുണ്ട്. കുറെ സംഭവങ്ങൾ തെറിയല്ല പക്ഷെ അല്ലാതെ കുറെ വാക്കുകൾ. പിന്നെ അതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, ഇതൊന്നും മറച്ചു വെക്കാതെ പറയാവുന്ന കാര്യങ്ങൾ അങ്ങ് പറയുന്നുണ്ട്. മറച്ചു വെച്ച വാക്കുകൾ വേറെ ഉണ്ട്, അത് വേറെ കാര്യം. ബ്രേക്ക് കൊടുക്കണോ ഒരു മേക്കപ്പ് ഇടാൻ വേണ്ടിട്ട്? അപ്പൊ എനിക്ക് ആ വാക്കുകൾ കിട്ടിയിട്ട് എനിക്കിന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് ജാസ്മിന്റെ ശബ്ദത്തിൽ പാട്ടും, ഒന്നും പിന്നെ കൊല്ലംകാരുടെ പാട്ടും കേൾക്കുന്ന ഒരു ആഗ്രഹമുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. എന്റെ അമ്മച്ചിയാണ് എനിക്ക് പാടാറുണ്ട്. ഏതെങ്കിലും ഇപ്പൊ വന്നത് ഏതെങ്കിലും പാടിയാൽ മതി, ഏതെങ്കിലും മനസ്സിൽ വന്നത് പാടിയാൽ മതി. മനസ്സിൽ അന്താണ് പണി വന്നിരിക്കില്ല. നമ്മുടെ ഫിയാൻസിന്റെ പേരെന്തായിരുന്നു? മുന്നക്കയോ? മുന്നക്ക പാടാൻ പറയത്തില്ല. മുന്നക്ക ഒരു വട്ടം പാടാൻ പറഞ്ഞ അന്ന് നിർത്തി. പാടി കൊടുത്തോ? ഇല്ല, ഏതായിരുന്നത്? മതിയായി. ഏതായിരുന്നു? മുന്നക്കായി എന്നാണ് വിളിക്കുക. മുന്നക്ക. ഞാൻ മുന്നക്കായ്ക്ക് ശേഷം അങ്ങനെ പേര് കേൾക്കുന്നത് ഇപ്പഴാ, മുന്നക്ക. ആദ്യമായിട്ട് ശരിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ, മുന്നക്കായി എന്നല്ലേ മുന്നക്കാന്ന് വന്നാണോ? അല്ല, എല്ലാരും ഉന്നക്കാന്നാ പറയുന്നേ. ആണോ? ഞാൻ മുന്നക്കാന്ന് പറയുമ്പോ നിങ്ങൾ ഫസ്റ്റ് അല്ലേ മുന്നക്കാന്ന് കേൾക്കുന്നേ, എന്നിട്ട് വരെ നിങ്ങൾ ഉന്നക്കാന്ന് പറഞ്ഞു. അപ്പൊ മുന്നക്കാടെ പ്രശ്നമാണ്. അതെ, ഞാൻ മുന്നക്കാന്നുള്ള പേര് കേൾക്കണത് പറഞ്ഞല്ലേ, ഉമ്മൻചാണ്ടി ഒന്നുള്ളൂ എന്ന് പറഞ്ഞാലും മുന്നക്ക ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ശരിക്കും അങ്ങനെ കൺവേർട്ട് ചെയ്ത് വന്നുള്ള സാധനല്ലേ? ശരിക്കും അങ്ങനെ ഉണ്ടോ? കുറെ പേർക്കുള്ള പേരാണോ അത്? ഈ മുന്നക്കാന്നുള്ളത് കോമൺ ആണോ? മുന്നക്കയുടെ പേര് മുന്ന. 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 ഓ, മുന്ന പ്ലസ് കൂടെ ഒരു കായിട്ടതാ ഞാൻ. അങ്ങനെ മുന്നക്കായ്ക്ക് പാടി കൊടുത്ത പാട്ട് ഏതായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. എന്നോ ഒരു ദിവസം അടുത്തൊരു പാട്ട് പാടാൻ പറഞ്ഞു, ഞാൻ പാട്ട് പാടി കൊടുത്ത് അന്ന് നിർത്തി, പിന്നെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഇതിപ്പോ താല്പര്യമില്ലാത്ത മേഖല ഇത്രയും ക്ലിക്കായി. ഞാൻ അതേപോലെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് ഫെയിം വന്നിട്ട് നല്ല ഓഫർ ഒക്കെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ തോന്നിയാലോ? ആർക്കാ? എനിക്കോ? ചെയ്യാൻ തോന്നിയാ മനസ്സ് ചഞ്ചലപ്പെട്ടു, മനസ്സ് ആടി തുടങ്ങി. ഇല്ല, ചെയ്തില്ല. ഇല്ല, താല്പര്യം വരില്ല. ഉറപ്പിക്കാവോ? ഇത് ചില്ലിട്ട് വെക്കും ഈ പറഞ്ഞ ഡയലോഗ്. പിന്നീട് സിനിമയിൽ വരുമ്പോ എനിക്ക് അറിഞ്ഞൂടെ? ചെയ്യത്തില്ല എന്നാ ഓക്കെ. മുന്നക്ക പറയാണ് അല്ല ചെയ്യാൻ പറയുന്നില്ല, ചെയ്യണ്ടെന്ന് പറയാണ്. ഈ വ്ലോഗ് പരിപാടി ഒക്കെ നിർത്തിയോ, കെട്ട് കഴിഞ്ഞ് നടക്കില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും?
ഞാൻ ചെയ്യത്തില്ല. കെട്ടില്ലാന്നോ അതോ വ്ലോഗ് ചെയ്യും. അത് മീൻസ് അത് ഒന്നും മുന്നേ അത് പറയത്തില്ല. പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞല്ലേ കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാണ് ജാസ്മിൻ അതപ്പോ പറഞ്ഞതൊക്കെ ഓക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ചിന്നു ആണോ ഇത്? ഈ പേര് മറ്റേ സംഭവല്ലേ സീനാള്? പുള്ളി പറയത്തില്ല. പുള്ളി പറഞ്ഞാലും ചിന്നു മുന്നക്കായും ഈ പേരിൽ വേറൊരു ചാനൽ തുടങ്ങുന്നുണ്ടോ സത്യം പറഞ്ഞാല്? നിങ്ങളുടെ ഈ ചിന്നും മുന്നക്കായും എന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് പറയാണ് ഓക്കെ അപ്പോ നിന്റെ പാഷൻ അതായിരുന്നു, താല്പര്യം അതായിരുന്നു പറഞ്ഞാണ്. പക്ഷെ ഇത്രയൊക്കെ ആളുകളൊക്കെ നോക്കി കാണുന്നു, ഇത്രയൊക്കെ കമന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജാസ്മിൻ നമുക്കത് നിർത്താം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കല്യാണത്തിന് തലേദിവസം പറയുന്നത് അപ്പൊ എന്ത് ചെയ്യും? വിടമാട്ടെ. ആരെ എന്നെ ബ്ലോക്ക് പണ്ണ വിടമാട്ടെ. സീരിയസ് ആയിട്ട് പറയണേ അപ്പൊ എന്ത് ചെയ്യും? നടക്കില്ല എന്ന് പറയണെങ്കില് അങ്ങനെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ ചെയ്യാം അങ്ങനെ പറയത്തില്ല, ഞാൻ ചെയ്യത്തില്ല എന്നും പറയത്തില്ല. എന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. ഞാനിത് ചെയ്യുന്നു പറഞ്ഞതാണല്ലോ, മുമ്പേ അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ ആഭരണങ്ങൾ എടുക്കാൻ ഞാൻ പോകുന്നുള്ളത്. ആ ശൈലി ഒന്ന് പറഞ്ഞേ. ശൈലി വരുന്നുണ്ടല്ലോ, വോയിസ് മോഡുലേഷൻ വരുന്നുണ്ടല്ലോ. ഞാൻ മുന്നക്കായി അവിടെ ചിന്നുമായി. ഓക്കെ നഗലേട്ടൻ ശൈലി. ഓക്കെ ശൈലി, ആ ശൈലി വരണം. അയ്യോ എനിക്ക് വരത്തില്ല, വരുന്ന പോലെ. ഓക്കെ റെഡി? അവിടെ അവിടെ ചായ എനിക്ക് ചായ ഉണ്ട്, ഉന്നക്കായും ഉണ്ട്, രണ്ടും തരും. വെറുതെ ഒരു ശൈലിയിൽ വരാണെന്നുണ്ടെങ്കിലേ ഓക്കെ. അപ്പൊ ഞാൻ നഗലൻ, അവിടെ ഗംഗ. റെഡി? എനിക്ക് ഉപ്പിലിട്ട ഇത്രയും ഇതായിട്ട് വരുന്നല്ലേ. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ തന്നെ വിഷയം റെഡി. ഐ മീൻ വ്ലോഗ് ചെയ്യണ്ട ചിന്നു, ഞാൻ പറഞ്ഞല്ലേ വ്ലോഗ് ചെയ്യണ്ട. വേണ്ട, അപ്പുറത്ത് നിന്നങ്ങ് പറഞ്ഞു എന്ന് പറയാൻ എളുപ്പമാ. ഇത് കണ്ടിട്ട് വേണം ലാജു സാർ അടുത്ത പടത്തിന് വിളിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് നമുക്ക് വേണം ലാജു സാറിനോട് ഇത് കാണുന്നതോടെ തന്നെ വെട്ടും എല്ലാരും. ഇല്ല ഇത് സ്വാഭാവികമായിട്ട് പറയും. മണിച്ചിത്രത്താഴ് കണ്ടിട്ട് ഫാസിൽ സാർ പറയും. അതിനുശേഷം ശോഭനയ്ക്ക് ശേഷം ഗംഗ ഇത്ര മനോഹരമായിട്ട് ചെയ്തത് ജാസ്മിനാണ് ഞാൻ കണ്ടേന്ന് പറയും. രണ്ട് വേർഷനും കാണണ്ടേ? റെഡി? വെറുതെ ട്രൈ, വെറുതെ ട്രൈ. അതല്ല ഇതിപ്പോ ഇതിങ്ങനെ പറഞ്ഞാൽ ഗുണം എന്താണെന്നറിയോ? ഇത് കേട്ടിട്ട് എങ്ങനെയും മുന്നക്കായ്ക്ക് ഉള്ളില് ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ പറയാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ അത് ഇതോട് കൂടിയിട്ട് നമുക്ക് മുളയിലേ നുള്ളിക്കളയാം. എനിക്കതിങ്ങനെ മനസ്സിൽ ആലോചിക്കുമ്പോ തന്നെ എനിക്ക് തികട്ടി വരുന്നു. ഞാനിങ്ങനെ അവസ്ഥ ആലോചിക്കേ. എന്താ ചിന്നു വ്ലോഗ് ചെയ്യണ്ട. എന്താ ഒരു നിമിഷം മുല്ലക്കായാണെന്ന് വിചാരിച്ചിട്ടാണോ ആ വിളി കേട്ടെ? അല്ല, നിങ്ങള് ചിന്നു എന്തോ ചിന്നു പറഞ്ഞോ. ഇനിയിപ്പോ ഇത്രയൊക്കെ കഴിഞ്ഞു, കല്യാണൊക്കെ ആയി. ഇതുവരെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടു. എന്താ ഒരു സൈഡ് വളവ് ചിന്നു. അപ്പോ നമുക്കിനി അത് ചെയ്യണ്ട ചിന്നു. അത് ഇത്രയും ആൾക്കാരൊക്കെ പറയണു, വീട്ടിലാണെങ്കിലും ഉപ്പുമൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ജാസ്മിനെ നീ അനുവദിക്കണേ? അങ്ങനെ വേണ്ടാന്ന് വെച്ചൂടെ ചിന്നു? അതെന്താന്നറിയാൻ വേട്ടായി ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ. എനിക്ക് മതി അങ്ങനെ. രണ്ട് വേർഷൻ വരണം അതിന്റെ. അവര് നേരത്തെ വന്നൂലോ അതേപോലെ. അതൊക്കെ ആ ഫ്ലോയ്ക്ക് വിടണമായിരുന്നു. നിങ്ങൾ ഇടയിൽ കട്ട് പറഞ്ഞു. എന്തിന് കട്ട് പറഞ്ഞത്? ചായ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അറിയത്തില്ല ഞാൻ പെട്ടെന്ന് ഒറ്റ ഡയലോഗ് മതി. രണ്ട് വേർഷൻ മതി. ഒന്ന് സമാധാന രീതിയിലും പിന്നൊന്ന് അതിന്റെ ദേഷ്യം വന്ന രീതിയിലും. കുറച്ചൊരു ഫെമിനിറ്റി ടച്ച് ആണോ? ഞാൻ അവിടെ കഷ്ടപ്പെട്ട് ഡയലോഗ് പഠിച്ചു കഥാപാത്രമാണ് ആ സമയത്ത്. ചിന്നു ഞാൻ വീഡിയോ ചെയ്ത എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോ ചെയ്യുന്നു. മുമ്പ് അറിഞ്ഞിട്ടാണല്ലോ കല്യാണം കഴിച്ചത്. പിന്നെ ഇപ്പൊ എന്തെങ്കിലും സംസാരം? ചിന്നു അപ്പത്തെ പോലെ അല്ല. ഇപ്പൊ കല്യാണം ആയി തുടങ്ങിയപ്പോ പിന്നെ റിലേറ്റീവ്സ് ഒക്കെ കുറെ പറഞ്ഞു തുടങ്ങി ചിന്നു. അതുകൊണ്ടാണ്. അതിന്റെ റിലേറ്റീവ്സ് അല്ല വീഡിയോ ചെയ്യുന്നത്, ഞാനാണ്.
അല്ലെങ്കിൽ ഇപ്പൊ എന്നെ കല്യാണം കഴിച്ച മുന്നൊക്കെ അല്ലേ, ഇപ്പൊ മുന്നൊക്കെ അറിയാലോ ഞാനിത് ചെയ്യുന്നുണ്ട്, മുമ്പ് ഇങ്ങനെ ആണെന്നുള്ളതെല്ലാം അറിയാലോ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ മുന്നൊക്കെ പറയണം എന്റെ പെണ്ണാണ്, ഞാൻ അവള് ചെയ്തോട്ടെ, അത് അവളുടെ ഇഷ്ടമല്ലെന്ന് ചോദിക്കണം. ചിന്നു, ഞാൻ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ വീട്ടിലും ബാക്കിയുള്ള ചുറ്റുപാട് നമ്മുടെ വീട്ടുകാരൊക്കെ നോക്കണ്ടേ ചിന്നു? ചിന്നു എന്താ പറഞ്ഞു മനസ്സിലാവാത്ത? 450 ചിന്നുമായി മതി. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഒരു വിളിയുണ്ട് ആരാ മുന്നൊക്കെ അല്ലയോ? ഞാൻ ആക്ച്വലി പറയാൻ വന്നത് റോഹൻ പറഞ്ഞു എന്നുള്ള ഒരു സാധനം വരും. അപ്പൊ ഈ മറുപടി അങ്ങ് പറഞ്ഞാൽ ഇല്ല എന്നിട്ട് താങ്ക്സ് മീ ലേറ്റർ. ഭയങ്കര ഒരു വേദന. ഇതിനൊക്കെ ചേർത്ത് പേയ്മെന്റ് കേട്ടോ. അപ്പൊ ഇനി നമ്മൾ മെല്ലെ ഇത്ര നേരം ആ വിശേഷങ്ങളിലൂടെ പോയി. അപ്പൊ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. രണ്ടുപേരിലൂടെ ഇപ്പൊ പ്രേക്ഷകർ കാത്തിരുന്ന ആ പാട്ടിലൂടെ നമ്മൾ മെല്ലെ വൈൻഡപ്പ് പറയാൻ പോവാണ്. അത് വെറുതെ ഞാൻ പാടത്തില്ല. രണ്ടുപേരും ഏതെങ്കിലും നാക്കെടുത്ത് വാ വഴി കുത്തിപ്പുറത്തിട്ടാലും ഞാൻ പാടത്തില്ല. പാടാൻ അറിയത്തില്ല അക്ക. ചേട്ടാ, അണ്ണ, അക്ക, ഇതിന്റെ പര്യായ പദങ്ങളോ ക്ലാസ് എടുക്കുന്നതാണോ? അറിയൂല, പാടാൻ അറിയൂല. ഇല്ല, ഏതെങ്കിലും പാടിയാൽ മതി. സ്കൂൾ ടൈമിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന സാധനം. ഈ സ്കൂൾ സമയത്ത് വന്നു കഴിഞ്ഞിട്ട് എന്നെ കാര്യം എനിക്ക് കുറെ പൈസ ഉണ്ടാകുമ്പോ ഇന്ന കാര്യമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം അങ്ങനെ ചെയ്തുള്ള കാര്യങ്ങളുണ്ടോ? ചോക്കി വാങ്ങിക്കണമായിരുന്നു ഡെയിലി. കിൻഡർ ജോയ് ആണായിരുന്നു. ഇതൊക്കെയായിരുന്നു എനിക്ക്. ചോക്കി സ്കൂൾ ടൈമിൽ എവിടെ ചോക്കി കുറച്ചാളായിട്ടില്ല ഇറങ്ങിയിട്ടുള്ളൂ. ആര് പറഞ്ഞു? സ്കൂൾ ടൈമിലായിരുന്നു. ഫസ്റ്റ് ചോക്കി എന്ന് പറഞ്ഞപ്പോ അതെന്തോ അല്ല, ചോക്കി പണ്ടേ ഉണ്ട്. അതാണോ ഇത്രയും പൈസ? അതെന്താ സംഭവം എന്ന് അറിയാമോ? നിങ്ങക്ക് 10-30 വയസ്സുണ്ട്. എനിക്കില്ല, അതുകൊണ്ടല്ലേ പറഞ്ഞേ. നിങ്ങൾക്ക് എത്ര വയസ്സ്? പ്രായമുള്ളതുകൊണ്ടാണ് കുറെ മുമ്പത്തെ. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? നിങ്ങൾ ഭയങ്കര സൗന്ദര്യം പറഞ്ഞാല് ഒരു 29. ബാക്കിലൊക്കെ ഒരു കമന്റ്സ് വരുന്നുണ്ടല്ലോ. 29, 30. എന്തായാലും പെണ്ണ് കെട്ടി 4 മക്കളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നാളെ മാട്രിമോണിയിൽ ഫോട്ടോ ഇടാൻ പോയായിരുന്നു. ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഇടും? ഇനി അവര് കൊണ്ടുപോക്കോളൂ. കിട്ടിയിട്ടില്ല. ഇതേപോലെ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ പണിയൊന്നും ചെയ്യാൻ പാടില്ല ചേട്ടാ, എന്നെയും പിള്ളേരും നോക്കിട്ട് വീട്ടിലിരിക്കണം എന്ന് പറയാനുള്ള ഒരു ഭാര്യ വരുമെന്ന് പേടിച്ചിട്ട് ഞാൻ കെട്ടാനുള്ള പ്ലാൻ അങ്ങ് വിട്ടു. ആർക്ക്? ഇല്ലെങ്കിൽ ഹോട്ട് സീറ്റ് ഇരുന്ന് പുഴുത്തറിഞ്ഞ്. എന്തേലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ഇല്ല, നമുക്കപ്പോ മെല്ലെ കഷ്ടപ്പെട്ട് അവിടെ എന്തൊക്കെ ടൈപ്പ് ചെയ്യുന്നു. അറിയോ? ഓക്കെ, അപ്പൊ മെല്ലെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് നമ്മള് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മെല്ലെ വൈൻഡപ്പിലേക്ക് പോവാണ്. ഓക്കെ, എന്ത് പ്രൊഡക്റ്റും അത് ചിന്നുവിന് വന്നു. ജാസ്മിൻ ചിന്നുമായി മുന്നക്കായി എന്നെ അട്ടം കയറ്റും. ഇല്ല, വിളിക്കുന്നതാണോ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഏത് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന്? ഒരു പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. പ്രൊഡക്റ്റ് പറഞ്ഞിട്ട് ഏതെങ്കിലും പ്രൊഡക്റ്റ് അതിനെ പറ്റിയിട്ട് മാത്രം തള്ളിയിട്ട് നമ്മൾ മെല്ലെ വൈൻഡപ്പിലോട്ട് പോകും. അങ്ങനൊക്കെ ഏത് പ്രൊഡക്റ്റ്? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കയ്യിലുണ്ടായിരുന്നത് ശരിയായിരുന്നു. ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു പ്രൊഡക്റ്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടികൾക്ക് ആങ്കറിങ്ങിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് മാക്സിമം തള്ളിക്കോ. കിട്ടലാണ്, പൊളിയാണ്, ചെയ്യാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പൊ ഇതൊരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങളുടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കോർപ്പറേറ്റ് ഇവന്റ്സ് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ചാനൽ ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഉത്തരവാദിത്തത്തോടു കൂടി റോഹൻ ലോന, ഇതാണ് പ്രൊഡക്റ്റ് നെയിം. എന്താണ് പ്രൊഡക്റ്റിന്റെ ഗുണങ്ങളൊക്കെ തള്ളി അപ്പോൾ നമ്മളെ കുറിച്ച് തള്ളരുത്. നിങ്ങൾക്ക് ബാക്കിലെ കുറിച്ചൊക്കെ തള്ളാം. എന്ത് വേണമെങ്കിലും പറഞ്ഞോ, കുഴപ്പമില്ല. എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും ആയിരിക്കും മാറ്റിക്കോ. അത് വായിലോട്ട് പോകണ്ട. ശരി, നിക്കറാക്കിക്കോ. ബ്രാൻഡ് പേര് കിട്ടോ. മാക്സിമം പ്രൊഡക്റ്റ് വാങ്ങണം ആളുകള്. അങ്ങനെ രീതിയിലേക്ക് ഇതിന് മാറ്റണം. അങ്ങനെ ആവാം. ശൈലിയൊക്കെ മാറ്റി പിടിച്ചോട്ടോ. അപ്പൊ എല്ലാം സ്ലാങ് പിടിക്കാം. ഒരു തോരത്തെടുത്തോണ്ട് വേടി അരയെ കെട്ടട്ടെ ആദ്യമേ. ഇതൊക്കെ എങ്ങനെയാ സ്പോട്ടിൽ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക്? പിന്നെ സ്പോട്ടിൽ പറയാന്നുള്ളതല്ല എന്റെ കാര്യം. അതിനുള്ള കഴിവ് എനിക്കില്ല. കുഴപ്പമില്ല, കഴിവ് ഇതിലൂടെ വരും. എന്തെങ്കിലും ഒരു ഐറ്റാക്കി മാറ്റിക്കോ, ഇഷ്ടമുള്ള ഐറ്റാക്കി മാറ്റിക്കോ. ഈ ഇരിക്കുന്ന അണ്ണന് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലും തീർക്കാനുള്ള അവസരമാക്കി. ഓക്കെ, എന്ത് പറയുന്നു ഞാനിങ്ങനെ എന്ത് വേണേലാക്കിക്കോ. നിങ്ങൾ എന്തോത്തിന് ഉപയോഗിക്കാൻ കൊള്ളാം. പറഞ്ഞു വന്നത് ഉപയോഗശൂന്യാണെന്നുള്ളതാണ്. ഇത്രയൊക്കെ പറഞ്ഞ് അവിടെ തള്ളാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവസാനം എന്തിനു കൊള്ളാമെന്നില്ലേ? അല്ലല്ല, ഞാനിങ്ങനെ നിങ്ങളെ പ്രൊഡക്റ്റ് ആക്കണോന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ കൊള്ളാം എന്ന് തോന്നുന്ന എന്ത് വേണേലാക്കിക്കോ. ഒന്നിനും കൊള്ളില്ലെന്ന് പറയരുത്.
ഒരു മനുഷ്യനെ എന്തിനു കൊള്ളാന്ന് ചോദിക്കുന്നതിനേക്കാൾ ആളെ ഇൻസൾട്ട് ചെയ്യുന്ന വേറൊരു കാര്യമില്ല. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു പിള്ളേർ പല്ലേക്കാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഈ അണ്ണനെ വിളിച്ചോണ്ട് പോവാം. ഈ അണ്ണൻ കൈയൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി തേച്ച് വരച്ച് നല്ല സൂപ്പറായിട്ട് പല്ലൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ആക്കി തരും. വാ കൊപ്പിളിച്ചു കൊടുക്കാൻ പിള്ളേരെ സഹായിക്കും. പിന്നെ കുളിപ്പിച്ച് സുന്ദരനാക്കി തരും. പിള്ളേരെ സ്കൂളിൽ പറഞ്ഞു വിടും. പിള്ളേരെ നിക്കർ വരെ കഴുത്തരും. എന്നിട്ട് അത് വിറ്റഴിക്കുള്ള ഒരു ഓഫ് റോഡ് കൊടുക്കും. വെറുതെ എടുത്തോണ്ട് പോകും. സോ അപ്പൊ കുറെ നേരമായിട്ട് വഴിയും കുറെ കാര്യങ്ങളും എത്തി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് മെല്ലെ ഒരു ട്രാക്ക് മാറ്റി പിടിക്കാൻ പോവാണ് അല്ലെ? കാരണം അവിടെ അങ്ങ് മുന്നക്കായ കാത്തിരിക്കുന്നുണ്ട്. മുന്നക്കായ ഇവിടെ നാട്ടിൽ ലാൻഡ് ചെയ്തിട്ട് നമ്മളൊക്കെ വിളിച്ച് നല്ല മട്ടൻ ബിരിയാണി വെച്ച് നമ്മളൊന്ന് കൂടും. മട്ടനെ പോയിട്ടാ ബീഫ് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ ട്രാക്കിൽ ഇതേപോലെ നല്ല കിടലിനായിട്ട് പോട്ടെ. കുറെ പേർക്കൊക്കെ കുറെ സൗന്ദര്യത്തിൽ ബോധം വരാൻ വേണ്ടി കുറെ ഹെൽപ്പ് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. വെൽക്കം.